ഒരു രാജ്യത്തിൻ്റെ ഭാവി അറിയണമെങ്കിൽ അതിലെ നഗരങ്ങൾ എത്ര വലുതാണെന്ന് അറിയേണ്ടതില്ല, അതിലെ കെട്ടിടങ്ങൾക്ക് എത്ര ഉയരമുണ്ടെന്നറിയണ്ട, അതിലെ ജനങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഗതാഗതം എന്നത് വെറും ഒരു യാത്രയല്ല, അത് വികസനത്തിലേക്കുള്ള ദൂരമാണ്, സാമ്പത്തിക വളർച്ചയുടെ ശക്തിയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദമായി ഇന്ത്യ അത്തരം ഒരു പരിവർത്തനത്തിൻ്റെ മാർഗങ്ങളിലാണ്. മലമുകളിൽ ട്രെയിനുകൾ ഓടുന്നു, കടലിനു മീതെ പാലങ്ങൾ ഉയർത്തുന്നു, കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ ജലപാതകൾ വീണ്ടെടുക്കുന്നു, സാധാരണക്കാരും വിമാനങ്ങളിൽ പറക്കുന്നു. ഇന്ന് നമുക്ക് ആ കഥ കേൾക്കാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് സ്വപ്നങ്ങളിലൊന്ന് കാശ്മീരിനെ റെയിൽ മാർഗം രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുക. എന്നാൽ കേൾക്കുമ്പോൾ വളരെ എളുപ്പമെന്ന് തോന്നുന്ന ഈ പദ്ധതി അത്ര ഈസി ആയിരുന്നില്ല. മഞ്ഞുമലകൾ, ആഴമേറിയ താഴ്വരകൾ, ഭൂകമ്പ സാധ്യത, മോശം കാലാവസ്ഥ, ഈ വെല്ലുവിളികൾക്കിടയിൽ രൂപം കൊണ്ടതാണ് USBRL അഥവാ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രോജക്റ്റ്. 272 കിലോമീറ്റർ നീളമുള്ള ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 36 തുരങ്കങ്ങൾ, 936 പാലങ്ങൾ എന്നിവ വേണ്ടി വന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാലം ചെനാബ് നദിക്ക് കുറുകെയുള്ള ചെനാബ് പാലം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ ബ്രിഡ്ജ്, നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ, ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിൽ. ആ പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ വഹിക്കുന്നത് വെറും ചരക്കുകളോ ജനങ്ങളെയോ മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ആത്മവിശ്വാസത്തെ കൂടിയാണ്. പുതിയ ഇന്ത്യയുടെ മുഖമായി മാറിയ മറ്റൊരു പേര് വന്ദേ ഭാരത്. 2019 ആരംഭിച്ച ഈ പദ്ധതി ആദ്യം അറിയപ്പെടുന്നത് ട്രെയിൻ 18 എന്നായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അതിവേഗ യാത്രാ സംവിധാനമായി വന്ദേ ഭാരത് മാറിക്കഴിഞ്ഞു. ഡൽഹി മുതൽ വാരണാസി വരെയും, എന്തിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ജീവനാഡിയായി വന്ദേ ഭാരത് മാറിക്കഴിഞ്ഞു. ചെന്നൈയിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെടുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ സർവീസ് ആരംഭിച്ചത് 2023-ലാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഉള്ള യാത്രാക്ലേശം കുറയ്ക്കാനും യാത്രാ വേഗത വർദ്ധിപ്പിക്കാനും ഈ പദ്ധതിക്കായി ഇപ്പോൾ ഇന്ത്യ അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ, രാത്രി യാത്രകൾ സുഖപ്രദമാക്കാനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ന്യൂ ജനറേഷൻ ട്രെയിനുകൾ. വിമാനയാത്രയുടെ സൗകര്യവും റെയിൽ യാത്രയുടെ വിശാലതയും ഒരുമിച്ച് ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ശ്രമമാണിത്. ഒരു കാലത്ത് ഇന്ത്യയിലെ റോഡുകൾ നഗരങ്ങളെ മാത്രം ബന്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് റോഡുകൾ സമ്പദ് വ്യവസ്ഥകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതികളിലൊന്നാണ് ഭാരത്മാല പദ്ധതി. സാമ്പത്തിക ഇടനാഴികൾ, ലോജിസ്റ്റിക് കോറിഡോറുകൾ, എക്സ്പ്രസ് വേകൾ തുടങ്ങി ഭാരതത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ ഉന്നമനത്തിന് ഈ പദ്ധതി നൽകുന്ന ഊർജ്ജം ചെറുതല്ല. ഇന്ന് ഇന്ത്യയുടെ എക്സ്പ്രസ് വേ ശൃംഖല അതിവേഗം വികസിക്കുകയാണ്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ, ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ, ഗംഗ എക്സ്പ്രസ് വേ എന്നിങ്ങനെ ധാരാളം എക്സ്പ്രസ് വേകൾ. ഇവ വെറും റോഡുകളല്ല, ഇന്ത്യയുടെ സാമ്പത്തിക ധമനികളാണ്. 2024 ഇന്ത്യ മറ്റൊരു അത്ഭുതം സൃഷ്ടിച്ചു. അടൽ സേതു, മുംബൈയെയും നവി മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 18 കിലോമീറ്ററോളം നീളമുള്ള ഒരു സീ ലിങ്ക് പാത. അത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഏറ്റവും പുതിയ മുഖമായി മാറി. ഒരു കാലത്ത് കടലിന് മുകളിലൂടെ മാത്രം സഞ്ചരിച്ചിരുന്ന ഇന്ത്യ കടലിനടിയിലൂടെയും യാത്രകൾ ആരംഭിക്കുകയാണ്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അത്യാധുനികമായ തുരങ്ക നിർമ്മാണ പദ്ധതികളിൽ ഒന്നായി മാറുകയാണ്. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗം വരെ കൈവരിക്കാനാവുന്ന ഈ പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതിയാണ്. ഒരു കാലത്ത് വിമാനയാത്ര സമ്പന്നരുടെ മാത്രം കുത്തകയായിരുന്നു. എന്നാൽ ഇന്ന് അത് സാധാരണക്കാർക്കും അവൈലബിൾ ആവുകയാണ്. ഈ മാറ്റത്തിന് പിന്നിൽ ഒരു പദ്ധതിയുണ്ട്, ഉഡാൻ, ഉഡേ ദേശ് കി ആം നാഗരിക്, സാധാരണക്കാരും പറക്കട്ടെ. 2014 ആരംഭിച്ച ഈ പദ്ധതി ഇന്ത്യയിലെ ചെറുകിട വിമാനത്താവളങ്ങളെ ഭാരതത്തിൻ്റെ വ്യോമയാന ഭൂപടത്തിലേക്ക് കൊണ്ടുവന്നു. ഉപയോഗിക്കപ്പെടാതെ കിടന്നിരുന്ന വിവിധ വിമാനത്താവളങ്ങൾ വീണ്ടും സജീവമായി. ഇന്ന് ഇന്ത്യ ലോകത്തിലെ വ്യോമയാന ഗതാഗത രംഗത്തെ ഏറ്റവും വലിയ വിപണികളിലൊന്നാണ്. ആഭ്യന്തര വിമാനത്താവളങ്ങളുടെ എണ്ണത്തിൽ ഏകദേശം ഇരട്ടിയോളം വർധനയുമുണ്ടായി. പുതിയ ടെർമിനലുകൾ, ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ, വിവിധ വികസന പ്രവർത്തനങ്ങൾ. ഇന്ത്യയുടെ ആകാശവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യ ഹൈവേകൾ റോഡുകളായിരുന്നില്ല, അവ നദികളായിരുന്നു. ഗംഗ, ഗോദാവരി, ബ്രഹ്മപുത്ര. ഈ നദികളിലൂടെ വിപണിയും സംസ്കാരവും നൂറ്റാണ്ടുകളോളം സഞ്ചരിച്ചു. എന്നാൽ പിന്നീട് റോഡുകൾ വന്നു, അവ ഹൈവേകളായി മാറി, നദികൾ മറക്കപ്പെട്ടു. എന്നാൽ ഇന്ത്യ ഇന്നൊരു പുതിയ ചരിത്രം എഴുതുകയാണ്. നമ്മൾ വീണ്ടും ആ ജലപാതകളെ പുനരുദ്ധരിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ 95% നടക്കുന്നത്
ഇന്നും കപ്പലുകളിലൂടെയാണ്. അതിനാൽ തന്നെ തുറമുഖ വികസനവും ജലപാതകളുടെ വികസനവും ഇന്ത്യയിൽ ഒരു പ്രയോറിറ്റി തന്നെയാണ്. ഗതാഗതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ കൺസേൺ മലിനീകരണമാണ്. മലിനീകരണമില്ലാതെ കപ്പലുകൾക്ക് സഞ്ചരിക്കാനാകുമോ? അതിനുള്ള ഉത്തരമാണ് ഹൈഡ്രജൻ ഫ്യൂവൽ ഫെറികൾ. ഇന്ന് ഇന്ത്യയുടെ ഗംഗാ നദിയിലൂടെ സർവീസ് നടത്തുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ ഫെറി. ഡീസലിന് പകരം ഹൈഡ്രജൻ, കുറഞ്ഞ കാർബൺ എമിഷൻ, വളരെ ശുദ്ധമായ ഒരു യാത്രാരീതി. ഇന്ത്യയുടെ ഉൾനാടൻ ജലഗതാഗത രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഗതാഗത ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കേരളത്തെ ഒഴിച്ചു നിർത്താനാവില്ല. കൊച്ചി, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ. മെട്രോ റെയിൽ പദ്ധതിയെ ജലപാതകളിലേക്ക് എത്തിച്ച ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ച പദ്ധതി. ഇന്ത്യയുടെ മാറുന്ന ഗതാഗത സംസ്കാരത്തിൻ്റെ പുതിയ ഒരു മുഖമായി മാറിയിരിക്കുകയാണ് ഈ പദ്ധതി. കൊച്ചിയിലെ ദ്വീപുകളിലെ ജനങ്ങളെ നഗരത്തിലേക്ക് എത്തിക്കുന്ന ഈ പദ്ധതി നഗരഗതാഗതത്തിൻ്റെ നാളുകളെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. അറബിക്കടലിൻ്റെ തീരത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു പുതിയ ചരിത്രം കൂടി എഴുതപ്പെടുകയാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട്, ഇന്ത്യയുടെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾക്ക് പോലും ഇവിടെ നങ്കൂരമിടാനാകും. ഇതുവരെ ഇന്ത്യയുടെ ചരക്ക് നീക്കങ്ങൾ കൊളംബോ, ദുബായ്, സിംഗപ്പൂർ മുതലായ വിവിധ ഹബ്ബുകളിലൂടെയായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ പദ്ധതി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് പരിപൂർണമായി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഈ ഡിപ്പെൻഡൻസി നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. കാശ്മീരിലെ മലകളിലൂടെ പായുന്ന വന്ദേ ഭാരത്, കടലിന് മുകളിലൂടെ നേടുന്ന അടൽ സെതു, സാധാരണക്കാരനെ ആകാശത്തിലേക്ക് ഉയർത്തിയ ഉഡാൻ, നദികൾക്ക് വീണ്ടും ജീവൻ നൽകിയ ജലപാത വികസനം, കൊച്ചിയിലെ വാട്ടർ മെട്രോ, വിഴിഞ്ഞത്തിൻ്റെ ആഗോള തുറമുഖ സ്വപ്നം. ഇവയെല്ലാം വ്യത്യസ്ത പദ്ധതികളല്ല, ഒരു വലിയ കഥയുടെ ഭാഗങ്ങളാണ്. ആ കഥയാണ് വേഗത്തിൽ മുന്നേറുന്ന ഇന്ത്യ. കാരണം ഒരു രാജ്യം മുന്നേറുമ്പോൾ അതിൻ്റെ ജനങ്ങൾ മാത്രം യാത്ര ചെയ്യുകയല്ല ചെയ്യുന്നത്, അവരുടെ സ്വപ്നങ്ങളും യാത്ര ചെയ്യുന്നു. Now, let's learn something new in the PSC angle. ഉഡാൻ പദ്ധതിയിലൂടെ ആദ്യ സർവീസ് ഏതൊക്കെ നഗരങ്ങളെയാണ് ബന്ധിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഷിംലയെയും ഡൽഹിയെയും തമ്മിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഫ്യൂവൽ സെൽ ഫെറി നിർമ്മിച്ചത് എവിടെയാണെന്നറിയാമോ? അത് നമ്മുടെ സ്വന്തം കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകരയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി അടുത്ത മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ എന്ന ഷിപ്പാണ്. അത് എത്തിയത് 2024 ജൂലൈയിൽ. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഹൊറൈസൺ PSCയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൗജന്യ കണ്ടന്റുകൾ ലഭിക്കുന്നതിനായി ഹൊറൈസൻ്റെ ടെലഗ്രാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. താങ്ക് യു.